തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ അരുംകൊലയ്ക്ക് ഇരയായ 5 പേർക്കും നാടിന്റെ യാത്രാമൊഴി. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഖബറടക്കി. അതിനിടെ കൂട്ടക്കൊലപാതകത്തിൽ ഒരു ദിവസമാകുമ്പോഴും വ്യക്തതയില്ലാതെ പോലീസ്. പ്രതി അഫാന്റെ സാമ്പത്തിക ഇടപാടുകൾ മുതൽ ലഹരി ഉപയോഗം വരെയുള്ള സൂചനകളിൽ അന്വേഷണം തുടരുകയാണ്. അതിനിടെ കൊലപാതകത്തിന് തൊട്ടുമുന്നേ ഉള്ള അഫ്സാന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വെഞ്ഞാറമൂട്ടിൽ അഫാൻ എന്ന 23-കാരന്റെ കൊലവിറയ്ക്ക് ഇരയായവർക്ക് നാട് കണ്ണീരോടെ യാത്രാമൊഴി നൽകി. അഫാന്റെ പെൺസുഹൃത്തായ ഫർസാനയുടെ സംസ്കാരം ചിറയൻകീഴ് കാട്ടുമുറാക്കൽ ജുമാ മസ്ജിദിൽ നടത്തി. അവസാന നിമിഷം വരെ അഫാനെ വിശ്വസിച്ച സ്നേഹിച്ച ഫർസാന അഫാൻ വിളിച്ചപ്പോഴും അവൾ കരുതിയിരുന്നില്ല നടന്നെടുക്കുന്നത് മരണത്തിലേക്കാണെന്ന്. അഞ്ചുമണിയോടെ അബ്ദുൽ ലത്തീഫിന്റെയും സജിദ ബീഗത്തിന്റെയും സൽമാൻ ബീവിയുടെയും മൃതദേഹങ്ങൾ താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദിൽ എത്തിച്ചു. പിന്നാലെ അഫ്സാന്റെയും മൃതദേഹങ്ങൾ പള്ളിയിലെത്തിച്ചപ്പോൾ അതിവൈകാരികമായിരുന്നു കാഴ്ചകൾ. അതിനിടെ കൂട്ടക്കൊലപാതകത്തിൽ ഒരു ദിവസമാകുമ്പോഴും പോലീസിന് വ്യക്തതയില്ല. പ്രതി അഫാന്റെ സാമ്പത്തിക ഇടപാടുകൾ മുതൽ ലഹരി ഉപയോഗം വരെയുള്ള സൂചനകളിൽ അന്വേഷണം തുടരുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന അഫാൻ പോലീസിന്റെ ചോദ്യങ്ങളോട് കൂസലില്ലാതെയാണ് പ്രതികരിക്കുന്നത്. എല്ലാവരെയും അതിക്രൂരമായി ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നെഞ്ചുനീറ്റുന്ന വാർത്തകൾക്കിടയിൽ ആശ്വാസമായി പ്രതിയുടെ ഉമ്മ ഷമീനയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. കൂട്ടക്കൊലയുടെ ചുരുളഴിക്കാനും യഥാർത്ഥ കാരണങ്ങളിലേക്ക് വെളിച്ചം വീശാനും ആരോഗ്യം വീണ്ടെടുക്കുന്ന ഉമ്മയ്ക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ജനം, തിരുവനന്തപുരം.